ഇന്നാൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നില്ലേ, അന്ന് 10 ദിവസം കഴിഞ്ഞിട്ട് ഉണ്ണിയുടെ വെയിറ്റ് ഒന്നും കൂടി ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ 10 ദിവസം കഴിഞ്ഞോട്ട് അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ ഉണ്ണിയുടെ വെയിറ്റ് ഒന്നും കൂടി ചെക്ക് ചെയ്യാൻ പോവാണ്. ചെക്ക് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇവിടെ അടുത്തുള്ളൊരു ഡിസ്പെൻസറി കേട്ടോ. പുറത്ത് നല്ല വെയിലായതുകൊണ്ട് തന്നെ ആദർശേട്ടൻ കാർ കുറച്ചും കൂടി ഇങ്ങനെ അടുപ്പിച്ചിട്ട് തരാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാനും ആദർശേട്ടനും ഉണ്ണിയും കൂടി മാത്രമാണ് പോണേ. അമ്മ ഇല്ലാട്ടോ, അമ്മയ്ക്കോടെ വീട്ടിൽ കുറേ പണികളുണ്ടല്ലോ. അപ്പോൾ ഇവിടെ അടുത്തായതുകൊണ്ട് തന്നെ ഞങ്ങളോട് പോയിട്ട് വെയിറ്റ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ കുഞ്ഞിച്ചക്ക നല്ല ഉറക്കാണ് കേട്ടോ. അവൻ്റെ എണ്ണതേപ്പും കൂളിയൊക്കെ കഴിഞ്ഞിട്ട് അവൻ സുഖമായിട്ട് ഉറങ്ങേണ്ട സമയമാണ്. ഉണ്ണീനെ അങ്ങനെ പൊതിഞ്ഞത് കണ്ടിട്ട് നിങ്ങളൊന്നും വിചാരിക്കരുതിട്ടോ, കാരണം കാറിൻ്റെ ഉള്ളിൽ AC ഇടും. അപ്പോൾ അവന് തണുപ്പടിക്കേണ്ട വിചാരിച്ചിട്ടോ ഫുള്ള് കവർ ചെയ്തേക്കണം. പുറത്താച്ചെങ്കിൽ നല്ല വെയിലുമാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഹോസ്പിറ്റലിൽ എത്തി കഴിഞ്ഞു വെച്ചെങ്കിൽ അവൻ്റെ ഇതൊക്കെ മാറ്റിയിട്ട് ഫുള്ള് ഡ്രസ്സൊക്കെ മാറ്റിയിട്ടാണല്ലോ നമ്മൾ വെയിറ്റ് നോക്കുക. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടത് വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ഹോസ്പിറ്റലാണ് കേട്ടോ. അപ്പോൾ അതേ ആദർശേട്ടൻ ആദ്യം ഇറങ്ങിയിട്ട് ഉണ്ണീനെ ആ ചേട്ടൻ എടുക്കാമെന്ന് പറഞ്ഞു കേട്ടോ. എനിക്ക് അച്ഛങ്ങ ഇവനെ എടുത്തിട്ട് കാറിന്ന് ഇറങ്ങാനും കയറാനൊക്കെ ഭയങ്കര പേടിയാണ്. പണ്ടൊന്നൊക്കെ ഒരു പേടി ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മുടെ തേജാപ്പിയുടെ ഒക്കെ മിക്ക കാര്യങ്ങളും ഞാനും ചെയ്തായിരുന്നു തന്നെയാണ്. പക്ഷെ ഇപ്പോൾ എന്തോ ഒരു ചെറിയൊരു പേടിയിട്ടാ. അതിന്റെ കാരണം ദീ നിൽക്കണം മുതലാണോ എനിക്ക് ചെറിയ സംശയമുണ്ട്. വേറെ ഒന്നുമല്ല കേട്ടോ, ഉണ്ണിയുടെ എന്ത് കാര്യം ഞാൻ ചെയ്യുമ്പോൾ ആദർശയുടെ അപ്പം പറയും നോക്കി ചെയ്യണേന്ന്. അത് കേട്ട് കഴിഞ്ഞ് വെച്ചാൽ എനിക്ക് ചെറിയ പേടിയും. അങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു പേടി എനിക്ക് വന്നെന്ന് എനിക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഉണ്ണിയുടെ വെയിറ്റ് ഒക്കെ ചെക്ക് ചെയ്തു. അവൻ വെയിറ്റ് ഒക്കെ കൂട്ടിയിട്ടുണ്ട്. അങ്ങനെ വീട്ടിലെത്തിയ പടേ അമ്മ വേഗം ഉണ്ണീനെ എടുത്തിട്ട് പോയിട്ട്, അത് പിറ്റേ ദിവസത്തെ വീഡിയോ ആണ്. പിറ്റേ ദിവസം കുളിക്കാൻ എണ്ണയൊക്കെ തേച്ചിട്ട് ഞാൻ നിൽക്കുകയാണ് കേട്ടോ. കുളിക്കാൻ പോണേക്കാൻ മുന്നേ ഉണ്ണീനെ പാലൊക്കെ കൊടുത്ത് ഉറക്കി കിടത്തി പോയതാട്ടോ. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് റൂമിലേക്ക് എത്തിച്ച് നോക്കിയതാ. മൂപ്പര് ഇതേ കണ്ണൊക്കെ മേടിച്ച് സ്വപ്നം കണ്ട് കിടക്കുന്നുണ്ട് കേട്ടോ. ഇവനാച്ചെങ്കിൽ പേടിച്ചിട്ട് ഞെട്ടിത്തെറിച്ചുകൊണ്ട് നിൽക്കുക. അങ്ങനെ അതേ അമ്മാമ്മ പിടിച്ചുകൂട്ടി കിടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ പോയിട്ട് വേഗം കുളിച്ചു വന്നപ്പോഴും ഇവൻ പേടിച്ചിട്ട് ഇങ്ങനെ കരയുക ഞെട്ടിത്തെറിക്കുക അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ എനിക്ക് പാവം തോന്നും ചെയ്യാട്ടോ. അങ്ങനെ ഞാൻ അവനെ കുറേ നേരം കെട്ടിപ്പിടിച്ച് അങ്ങനെ പിടിച്ചുകൂട്ടി കിടന്നു. പിന്നെ ആദർശേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആദർശേട്ടൻ ഇപ്പോൾ കോഴിക്കോടാണ്. ചേട്ടൻ്റെ അച്ഛമ്മ മരിച്ചിട്ട് ചേട്ടൻ അവിടേക്ക് പോയേക്കാട്ടോ. എനിക്കിപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ ആയ കാരണം അങ്ങോട്ട് പോകാൻ പറ്റിയില്ല കേട്ടോ. അങ്ങനെ ഇതേ ഞാൻ ഉണ്ണീനെ കെട്ടിപ്പിടിച്ച് കിടക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ.